ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. വികാരനിർഭരമായ യാത്രയയപ്പാണ് ധീരജിന് ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളും അധ്യാപകരും നൽകിയത്. മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ അന്ത്യയാത്രയ്ക്കൊപ്പം ചേർന്നു. ധീരജിന്റെ മൃതദേഹം CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KJ തോമസ്, MM മണി, ജില്ലാ സെക്രട്ടറി CV വർഗീസ്, മറ്റു നേതാക്കൾ എന്നിവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു. കണ്ണൂരിലേക്കുള്ള ധീരജിന്റെ അന്ത്യയാത്രയിൽ ഒരു നോക്ക് കാണാൻ അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ ആളുകൾ വഴിയോരങ്ങളിൽ കാത്തുനിന്നു. അതേസമയം ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായവരെല്ലാം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരാണ്. രാഷ്ട്രീയ വൈരം കൊലക്കത്തിയാൽ തീർത്ത യൂത്ത് കോൺഗ്രസ് KSU നടപടി ശക്തമായ വിമർശനത്തിനാണ് വിധേയമാകുന്നത്. കൊലപാതകത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുമെന്ന് K. സുധാകരന് പറയേണ്ടി വന്നു. പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന വിമർശനം അത്ര വലുതാണ്. കൊലപാതകത്തിന് പിന്നിലെ തിരക്കഥയും രാഷ്ട്രീയവും വലിയ ചർച്ചയാണ്. ഇന്ന് ചർച്ചയിൽ ശ്രീ KS അരുൺകുമാർ, CPIM, NS നുസൂർ, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്, ശ്രീ A. സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ചർച്ചയിലേക്ക്. ശ്രീ നുസൂർ, ഇന്നിപ്പോൾ വലിയ തോതിൽ ഈ സംഭവത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് വിമർശിക്കപ്പെടുന്നുണ്ട്. പല പ്രതികരണങ്ങൾ ആ വിധത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ് ആകട്ടെ പൊതുവിൽ നോക്കിയാൽ ഈ നിഷ്ഠൂരമായ കൊലപാതകത്തെ, പൈശാചികമായ കൊലപാതകത്തെ അതിൻ്റേതായ അർത്ഥത്തിൽ അപലപിക്കാൻ പോലും തയ്യാറാകാതെ പ്രതികളെ സംരക്ഷിക്കുന്ന, സഹായിക്കുന്ന, പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവത്തിൽ നിൽക്കുകയാണ്. ഇത് ശരിയായ നടപടിയാണോ? സമൂഹ മാധ്യമങ്ങളിൽ അടക്കം യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരൊക്കെ എടുക്കുന്ന നിലപാടുകൾ, പ്രതികരണങ്ങൾ എല്ലാം ആ വിധമാണ്. അത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്തതല്ലേ? ഒരു യുവജന സംഘടന എന്ന നിലയിൽ ആ നിലയിൽ ക്രിമിനലുകളായി പ്രതികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? ആദ്യമേ തന്നെ ഇടുക്കിയിൽ നടന്ന ധീരജിൻ്റെ കൊലപാതകത്തിൽ ആ കുടുംബത്തിൻ്റെ വേദനയിൽ, അതുപോലെ തന്നെ ധീരജിൻ്റെ സുഹൃത്തുക്കളുടെ വേദനയിൽ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ വേദനയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അതിയായ ദുഃഖം രേഖപ്പെടുത്തി അവരുടെ വേദനയിൽ പങ്കുചേരുകയാണ്. ഇതൊരു കേവലം ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ കൊലപാതകത്തിന് അപ്പുറം ഇത് വളരെയധികം പൊതുസമൂഹം ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. നേരത്തെ ഈ വാർത്ത തുടങ്ങിയപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ആ ക്യാമ്പസിൽ സമാധാനം ഉണ്ടായിരുന്ന ക്യാമ്പസാണെന്ന് പറഞ്ഞു. അത് കള്ളമാണ്. പ്രിൻസിപ്പൽ പറഞ്ഞത് കള്ളമാണ്. രണ്ട്, ആ ക്യാമ്പസിനകത്ത് നടന്ന സംഭവത്തിൽ, പുറത്ത് നടന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലിയും അതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ജെറിനുമൊക്കെ ഇതിനകത്ത് പ്രതിയാണോ എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ഇതുവരെ പാർട്ടിയോ സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസിൻ്റെ FIR ഉണ്ട്, പോലീസ് അത് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ആ സംഭവത്തിന് ആസ്പദമായ ആ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ ക്യാമ്പസിനകത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നത് SFIയുടെ ഏരിയ സെക്രട്ടറി ടോണി കുര്യാക്കോസ് ആ സമയത്ത് ക്യാമ്പസിനകത്തുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം പുറത്തു നിന്നുള്ള 10-50 പേർ ആ സമയത്ത് ആ ക്യാമ്പസിനകത്തുണ്ട്. നിഖിൽ പൈലി അടക്കം 6-7 പേരാണ് പുറത്തുണ്ടായിരുന്നത്. ഇതിനെല്ലാം ആസ്പദമായി അല്പസമയത്തിന് മുമ്പ് ഉച്ചയ്ക്ക് തന്നെ അശ്വൻ ഉത്തമൻ എന്ന് പറയുന്ന ആ ക്യാമ്പസിൽ പഠിക്കുന്ന തേർഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥി പത്ര ചാനലുകൾക്ക് മുമ്പിൽ ഒരു പ്രസ്താവന നടത്തുകയും അപ്പോൾ തന്നെ CPM ജില്ലാ സെക്രട്ടറി ആ ചെറുപ്പക്കാരനെ മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനെല്ലാം ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്. അതായത് നുസൂർ പറഞ്ഞു വരുന്നത് നിഖിൽ പൈലിയും മറ്റൊരു നേതാവും ഇതിൽ പ്രതികളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അവർ അല്ലെങ്കിൽ നിഖിൽ പൈലി കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അതങ്ങനെ പറയാനോ അതിനെ ആ നിലയിൽ അവരെ തള്ളിപ്പറയാനോ ഈ നിമിഷം തയ്യാറല്ല. രണ്ട്, ഈ നിഖിൽ പൈലി ആയുധവുമായി വന്ന് അവിടെ ഒരു സംഘർഷം എന്ന് നിങ്ങൾ പറയുന്ന തരത്തിൽ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ആയുധം പ്രയോഗിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ എടുക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നല്ലേ? വാസ്തവമാണ്. എനിക്ക് അതിനൊരു സമയം തരണം. കാര്യം, ഈ കൈരളി ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അവിടെ നടന്ന പശ്ചാത്തലം, നമുക്ക് മനസ്സിലായിട്ടുള്ള പശ്ചാത്തലം വിവരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സമയം തരണം. ഈ ഒക്ടോബർ 25-ാം തീയതി ഞാൻ പറഞ്ഞോട്ടെ, ഒക്ടോബർ 25-ാം തീയതി അവിടെ ഒരു സംഘർഷം നടന്നു.
ആ ഒക്ടോബർ 25 നടന്ന പ്രിൻസിപ്പൽ പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒക്ടോബർ 25 നടന്ന സംഘർഷത്തിൽ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റിന് അതിക്രൂരമായി മർദ്ദനമേറ്റു. ആ മർദ്ദനമേറ്റ യൂണിറ്റ് പ്രസിഡന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഹോസ്പിറ്റലിനകത്ത് കയറി ഈ ടോണി കുര്യാക്കോസ് എന്ന് പറയുന്ന SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഈ ക്യാമ്പസിനകത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ആ വ്യക്തി AISFൻ്റെ വനിതാ നേതാക്കൾ RSSകാരുടെ സ്വഭാവം കാണിക്കുന്നു എന്ന് സർട്ടിഫിക്കറ്റ് നൽകി ആ വ്യക്തി ഈ ആശുപത്രിയിൽ കയറി ഈ യൂണിറ്റ് പ്രസിഡന്റിനെ മർദ്ദിച്ച സംഭവം, ഡോക്ടറെ മർദ്ദിച്ച സംഭവം കേസ് FIR ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുകയാണ്. പക്ഷേ നുസൂർ, പ്രിൻസിപ്പൽ പറഞ്ഞത് സംഘർഷമില്ലായിരുന്നു എന്ന് പറഞ്ഞത് ധീരജിന്റെ കൊലപാതകത്തിന് ഇടയാക്കിയ ഇന്നലെ വളരെ പ്രധാനപ്പെട്ടതാണ്, തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് സമാധാനപരമായി കഴിയുന്നു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്കെല്ലാം അറിയാം, പോളിംഗ് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെല്ലാം മടങ്ങുന്നു. പിന്നെ കൗണ്ടിംഗ് ആണ് ഉച്ചയ്ക്ക് ശേഷം. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ മാത്രമേ ഉണ്ടാകൂ. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. പുറത്ത് കാത്തു നിൽക്കുന്നു ഇവർ. ഈ പോളിംഗിന് ശേഷം കുട്ടികളെല്ലാം പിരിഞ്ഞ ശേഷം പുറത്തേക്ക് വരുമ്പോഴേക്കും കാത്തു നിന്ന ആളുകൾ, അതിൽ പ്രധാനിയായിട്ടുള്ള നിഖിൽ പൈലി ഈ കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന്, ഇങ്ങനെയാണല്ലോ FIR വന്നിട്ടുള്ളത്, പോക്കറ്റിൽ നിന്നെടുത്ത് ഇറക്കുന്നു എന്നാണെങ്കിൽ പ്രിൻസിപ്പൽ പറഞ്ഞത് ഇന്നലെ അവിടെ സംഘർഷമില്ല എന്നതല്ലേ നമ്മൾ പഴയ തീയതികളിലേക്ക് പോയിട്ട് അങ്ങനെയല്ല. അതല്ല സംഭവം. പഴയത് അവിടെ ഒരു സംഘർഷം ഉണ്ട്, നിലനിൽക്കുന്ന ക്യാമ്പസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്നലെ നടന്ന സംഭവം ഞാൻ പറഞ്ഞോട്ടെ. ശരി, അപ്പോൾ ഒരു കാര്യം നുസൂർ പറഞ്ഞു വന്നതിൽ ഒരു പ്രശ്നമുണ്ട്. മുമ്പ് അവിടെ സംഘർഷമുണ്ട് എന്നതിന്റെ നിങ്ങളുടെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നേതാക്കൾ, പുറത്തു നിന്ന് എത്തുന്ന ആളുകൾ ആയുധവുമായിട്ട് ക്യാമ്പസിന് മുമ്പിൽ തമ്പടിക്കുകയാണോ ചെയ്യേണ്ടത്? അപകടം. ആയുധവുമായിട്ട് ഞങ്ങളുടെ നേതാക്കൾ തമ്പടിച്ചിട്ടില്ല. ഈ നിഖിൽ പൈലിയുടെ പ്രീവിയസ് ഹിസ്റ്ററി നിങ്ങൾ എടുക്കണം. ഞാൻ അവിടെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അവിടെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രീവിയസ് ഹിസ്റ്ററിയിൽ അദ്ദേഹം ക്രിമിനൽ കേസുകളിലെ പ്രതിയല്ല. പിന്നെ ഇന്നലെ കത്തിയുമായി അയാൾ എത്തി. പറഞ്ഞോട്ടെ കത്തിയുമായിട്ട് അവിടെ എത്തി എന്ന് പറയുന്നത്, കത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആരാണ് സമ്മതിച്ചത്? അദ്ദേഹം കത്തി കൊണ്ടുവന്നു എന്നുള്ളത് ആരാണ് പറഞ്ഞത്? പോലീസിന്റെ FIR-ഉം AKG സെന്ററിൽ നിന്നുള്ള കത്ത് കൊടുത്താൽ അതേപോലെ FIR എഴുതുന്ന പോലീസുകാരെയും വെച്ച് അവർ പറയുന്നത് ധീരജ് മരിച്ചു എന്നുള്ള നുസൂർ AKG സെന്ററിൽ നിന്നുള്ള വാർത്തയാണോ? അല്ല, ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വസ്തുതയാണല്ലോ. അയാൾ കൊല്ലപ്പെട്ടത് നെഞ്ചിലേക്ക്, ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഒരു കത്തി കൊണ്ട് കുത്തിയാണെന്നുള്ള വസ്തുതയല്ലേ? അത് കുത്തിയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ട ദൃക്സാക്ഷികളില്ലേ? ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകരത് കണ്ടതല്ലേ? ചെറുപ്പക്കാരനും കൊലക്കത്തിക്ക് ഇരയാകുന്നതിനോട് അംഗീകരിക്കാൻ കഴിയാത്ത വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനാണ് ഞാൻ പറഞ്ഞു. ഇന്നലെ ആ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വന്ന അശ്വൻ ഉത്തരമൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞു, അവർ വന്നപ്പോൾ പുറത്ത് 6-7 KSU യൂത്ത് കോൺഗ്രസ്സുകാർ നിൽക്കുന്നത് കണ്ട് ഈ ടോണി കുര്യാക്കോസാണ് ഇവരെ എല്ലാം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയത്. അത് കണ്ട് അതിനുശേഷം അവിടെ സംഘർഷം നടന്നു എന്നുള്ളത് വാസ്തവം. ഈ പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കണം. സംഘർഷം അവിടെ നടന്നു, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഈ 6-7 പ്രവർത്തകരെ 100ഓളം വരുന്ന ചെറുപ്പക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുമ്പോൾ അതിനകത്ത് അടികൊണ്ട ഒരു KSU പ്രവർത്തകൻ പോലീസിനെ വിളിക്കാൻ വേണ്ടി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പോലീസിനെ വിളിക്കാൻ വേണ്ടി പോയി ഈ ക്യാമ്പസിൻ്റെ മുൻവശവും ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഈ കത്തിക്കുത്ത് നടന്നു എന്ന് പറയുന്ന സ്ഥലവും തമ്മിൽ 500 മീറ്റർ 1/2 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അവിടെ വെച്ചാണ് ഈ കത്തിക്കുത്ത് നടക്കുന്നത്. ക്യാമ്പസിന് മുമ്പിലല്ല. കത്തിക്കുത്ത് അഭിമന്യു മരിച്ചു എന്ന് ഞങ്ങൾ സമ്മതിച്ചില്ലേ? അഭിമന്യുവിനെ വിളിച്ചു വരുത്തിയത് ആരാണെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. സർ, ഈ കാര്യത്തിൽ നിങ്ങൾ ഞാൻ മറ്റുള്ളവരെ കൂടി ഞാൻ നുസൂറിലേക്ക് വരാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ശ്രീ അരുൺകുമാർ, ഇപ്പോൾ നുസൂർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇത്രയും നേരം ഇത് വിശദീകരിക്കുമ്പോഴും ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം അപ്പോഴും ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ശക്തമായി അപലപിച്ചുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കുന്നില്ല എന്ന ഒരു ബോധ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ സൃഷ്ടിക്കാൻ ആ സംഘടനയ്ക്ക് കഴിയുന്നുണ്ടോ? ആ സംഘടനയെ നയിക്കുന്ന അതിൻ്റെ നേതാക്കൾക്കും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾക്കും കഴിയുന്നുണ്ടോ? KSUവിന് കഴിയുന്നുണ്ടോ? ഇത്രയും ഒരു ഭാഗം. ആ ചോദ്യം എത്തിച്ചേരുന്നത് ക്യാമ്പസിലെ യഥാർത്ഥ കൊലയാളികൾ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കൂടിയാണ്. നമുക്ക് പുറകെ വരാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി കണ്ടല്ലോ, അതിനെ ഏതൊക്കെ നിലകളിലാണ് ഖണ്ഡിക്കാൻ താങ്കൾ ഈ ചർച്ചയിൽ ശ്രമിക്കുന്നത്? നുസൂർ പറഞ്ഞ വാദഗതികൾ മുൻപിലേക്ക് വെച്ചാൽ. മിസ്റ്റർ ശരത്, ഒരു സംവാദത്തിനോ ഒരു തർക്കത്തിനോ പറ്റിയൊരു മാനസിക അവസ്ഥയിലല്ല ഞാൻ. കാരണം ഇന്ന് രാവിലെ
ഇടുക്കിയിലെത്തി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട ധീരജിൻ്റെ ശവശരീരം എത്തിച്ചപ്പോൾ അവിടെ ദർശനത്തിനായി ഒന്ന് കാണാൻ വേണ്ടി അധ്യാപകരും കുട്ടികളും എല്ലാം നടത്തിയ ശ്രമവും ആ അധ്യാപകരുടെ അടക്കമുള്ള കരച്ചിലും എല്ലാം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. ഇന്ന് വിലാപയാത്രയുടെ ഭാഗമായി തൊടുപുഴ വഴി എറണാകുളം ജില്ലയിലേക്ക് കടക്കുകയും മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരും അങ്കമാലി വരെ ഞാൻ ആ വിലാപയാത്രയെ അനുഗമിച്ച ആളാണ്. ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി, മികച്ച പാട്ടുകാരൻ, ക്യാമ്പസിലെ ഒരു കലാകാരൻ, സ്പോർട്സിനെ എല്ലാം നന്നായി സ്നേഹിക്കുന്നവർ, അതുപോലെ ക്യാമ്പസിൽ എന്ത് പാഠ്യേതര പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുമ്പോഴും പഠനത്തിൽ നന്നായി ശ്രദ്ധിക്കുന്ന കുട്ടി, വളരെ വിനയവും ലാളിത്യവുമായി എല്ലാവരുമായിട്ട് ഇടപെടുന്ന വിദ്യാർത്ഥിയായിരുന്നു. ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇന്ന് അവിടുത്തെ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളും തേങ്ങുന്ന ആ ശബ്ദം തന്നെയാണ് എൻ്റെ ചെവിയിൽ ഇപ്പോൾ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്! ആ കൊലപാതകത്തെ എത്ര പൈശാചികമായിട്ടാണ് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. KPCCയുടെ പ്രസിഡന്റ് ഇന്നലെ ആദ്യം പറഞ്ഞത് ഇത് CPMൻ്റെ ഉള്ളിലെ തർക്കമാണെന്നാണ്. സാധാരണ BJP ആണ് ഇങ്ങനെ പറയാറ്. കൊലപാതകം നടത്തിയതിന് ശേഷം കൃത്യമായി പറയും അത് ആരാണോ കൊല്ലപ്പെട്ടത് ആ പാർട്ടിയിലെ തർക്കമാണെന്ന് പറയുന്ന രീതി കഴിഞ്ഞ 5-6 വർഷമായി BJP തുടരുന്ന രീതിയാണ്. ആ രീതി അതേപോലെ തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞല്ലോ, 100 കണക്കിന് KSUക്കാർ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം SFIക്കാർ കൊന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരിക്കലും തള്ളി പറഞ്ഞില്ല. ഈ സംഭവം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ സംഭവത്തെ അപലപിക്കുവാനോ തള്ളിപ്പറയുവാനോ KPCC പ്രസിഡന്റ് തയ്യാറായില്ല. VD സതീശൻ ആദർശത്തിൻ്റെ അപ്പോസ്റ്റലനാണല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇന്നല്ലേ വന്ന് പത്രക്കാർ കിള്ളി ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറയുന്ന സാഹചര്യം. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പറയുന്ന സാഹചര്യമില്ല. ഞാൻ പറയട്ടെ, 3 ദിവസമായി ഈ പൈനാവ് മേഖലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു സന്ദേശമുണ്ട്. 3 വാചകമാണ് അതിലുള്ളത്. തിങ്കളാഴ്ച പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ഷനാണ്. പുറത്തു നിന്നുള്ള പിന്തുണ അന്ന് അവർക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് മുഴുവൻ സഹപ്രവർത്തകരും തിങ്കളാഴ്ച എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തുണ്ടാകണം. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പൈനാവ് ഇത്തരത്തിലൊരു സന്ദേശം എല്ലാ യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും പ്രചരിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ നിഖിൽ പൈലി ഇതിൽ ഒന്നാമത്തെ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഒരു കുരങ്ങൻ ചോരയുള്ള കത്തി കടിച്ചു പിടിച്ചിരിക്കുന്നു, മറ്റു കൈയിൽ മറ്റു വലിയ കടാരയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രവും പ്രചരിപ്പിച്ചു. കൃത്യമായി ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ ഒരു കൊലപാതകമാണ് ഇന്നത്, യാതൊരു സംശയമില്ല. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് സുഹൂർ പറഞ്ഞില്ലേ, ഒക്ടോബർ 23 ഇവിടെ ഒരു സംഭവം നടന്നിരുന്നു. സംഭവം നടന്നിരുന്നെങ്കിൽ അന്ന് തന്നെ തുടങ്ങി ഗൂഢാലോചന. ഒക്ടോബർ 23 ക്യാമ്പസിന് പുറത്തെങ്ങോ നടന്ന ഒരു സംഭവത്തിന്റെ റിട്ടാലിയേഷനാണ് ഈ സംഭവം എന്ന സംശയിക്കത്തക്ക രീതിയിലേക്ക് സാഹചര്യം മാറുകയാണോ? അന്ന് തുടങ്ങി ഗൂഢാലോചന. മോട്ടീവ്, പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ 2-2.5 മാസം എടുത്ത്. എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് ഈ ക്യാമ്പസിൽ കാര്യം? പ്രിൻസിപ്പൽ പറഞ്ഞില്ലേ, ഡോക്ടർ ജലജ പറഞ്ഞില്ലേ, ഒരു തരത്തിലുള്ള തർക്കവും ക്യാമ്പസിലില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം, അതുപോലെ തന്നെ കലാശക്കൊട്ട്, അതുപോലെ മീറ്റ് ദി കാൻഡിഡേറ്റ്, ഉച്ചവരെ 1 മണി വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ക്യാമ്പസിൽ ഒരു തർക്കവുമില്ല. ആ 1 മണിക്ക് ശേഷം കുട്ടികൾ പുറത്തുപോയി ഭക്ഷണം കഴിച്ച് വോട്ടെണ്ണലിനു വേണ്ടി തിരിച്ചു വരാനുള്ള സമയത്ത് മണ്ഡലം പ്രസിഡന്റ് വരികയാണ്. കത്തിയുമായിട്ട് വന്ന പേനയല്ല കത്തി, എങ്ങനെ കൃത്യമായി നെഞ്ചിൽ കുത്തിയിറക്കുക. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോൾ ശരീരത്തോട് ചേർത്ത് നിർത്തിയിട്ട് ആ വാരിയല്ലുകൾക്ക് ഇടയിലൂടെ ഹൃദയത്തിലേക്ക് കത്തി കുത്തി കയറുന്നു. ഒരാളെ അല്ലല്ലോ, 3 പേരെ, ധീരജ്, അഭിജിത്ത്, അമൽ. കൃത്യമായി പരിശീലനം കിട്ടിയ രീതിയിൽ ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലാം, ഒറ്റ കുത്തിന് കൊല്ലുകയാണ്. ഇത്തരത്തിൽ വളരെ ഗൂഢാലോചനയോടെ നടത്തിയ എക്സിക്യൂഷനാണ് ഈ കൊലപാതകം. ഇതിനെ എങ്ങനെ ന്യായീകരിക്കും? ഇവിടെ നമ്മൾ കണ്ടു, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം വന്ന് ഒരു വസ്തുതകളുമില്ലാതെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ വന്ന് കേരളത്തിന്റെ ക്യാമ്പസുകളെ കൊലക്കളമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ UDFും അതുപോലെ യൂത്ത് കോൺഗ്രസും KSU നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. 6 മാസം എടുത്താൽ 4 പേരെയാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ 6.5 വർഷം എടുത്തു നോക്കിയാൽ 19 പേര് നഷ്ടപ്പെട്ടു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന ഒറ്റ കുറ്റത്തിന്. എന്നിട്ട് വന്ന് ന്യായീകരണത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇവിടെ ചോദിച്ചല്ലോ, 100 കണക്കിന് KSUക്കാർ കൊല്ലപ്പെട്ടു എന്ന്. ഒറ്റ KSUക്കാരൻ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ട ഹുസൂറിനെ സൂചിപ്പിക്കാമോ? ഏതെങ്കിലും ഒരു KSUക്കാരൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്കാരനാൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പറയുകയാണ്. ഒരു നിമിഷം, അതൊരു വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ഡിബേറ്റ് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചത് K. സുധാകരനാണ്. താങ്കൾ പറഞ്ഞ പോലെ ഒരു ഗൗരവമായ വശം അതിലുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി പോകാം.
ഈ സംഭവവുമായി ബന്ധപ്പെട്ട പുതിയ ന്യായീകരണങ്ങൾ വരുമ്പോൾ ആ ന്യായീകരണങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യം ഇതാണ് എന്ന് നിശ്ചയമായും അവിടെ പോയി കണ്ട ആളെന്നുള്ള നിലയിൽ ശ്രീ അരുണിൻ്റേതായ നിലയിൽ അവിടെ സംഭവിച്ചതും കണ്ടതിനെക്കുറിച്ചും പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഇതിൽ അവതരിപ്പിക്കാവുന്ന അവരുടേതായ ഒരു വ്യാഖ്യാനമാണ് നുസൂറിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. ഞാൻ ശ്രീ സജീവനെ കൂടി ഈ ചർച്ചയിലേക്ക്, അരുൺ പറഞ്ഞ ആ പോയിന്റിലേക്ക് നമുക്ക് ഈ ചർച്ച വരികയും ചെയ്യാം. ശ്രീ സജീവൻ, ഇതിപ്പോൾ ഈ സംഭവത്തിന് ശേഷമുള്ള ഇതുമായി ബന്ധപ്പെട്ട് ആരോപിതരായി നിൽക്കുന്ന പ്രതിക്കൂട്ടിലായ പ്രതിരോധത്തിലായവരുടെ പ്രതികരണ രീതി പൊതുവേ ഈ അക്രമത്തിന് അല്ലെങ്കിൽ ഈ മനോഭാവത്തോടെ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവാറുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്, ചിലത് തല്ലി തന്നെ തീർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് തുറന്നങ്ങ് പറഞ്ഞാൽ. പക്ഷേ അത് അവിടെ അവർക്കിടയിൽ തീരേണ്ടതാണ്, തീരുന്നതുമാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ ആ നിലയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഈ സംഭവം നമ്മളെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതല്ലേ? മുൻപുണ്ടായ സംഭവം എന്ന് നുസൂർ തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരിൽ തയ്യാറെടുപ്പുകളോടെ അരുൺ പറഞ്ഞതുപോലെ ഗൂഢാലോചന നടത്തി ആയുധവുമായി, അതും ഏതെങ്കിലും കൊട്ടേഷൻ മാഫിയ സംഘം മാത്രമല്ലല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ തന്നെ ഇതുപോലെ കത്തിയുമായി എത്തുക, അരുൺ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തോട് ചേർത്ത് നിർത്തി ഒന്നല്ല 3 പേരെ കുത്തുക. അപ്പോൾ ഈ തരത്തിലേക്ക് ക്യാമ്പസുകളുടെ ചുറ്റുപാടും വലിയ ഗൂഢാലോചനയുടെ ആയുധമേന്തി വരുന്ന നിലയിൽ പൊതുപ്രവർത്തകർ, ഈ സംഘടനാ ഭാരവാഹികൾ തന്നെ മാറിയാൽ എന്താകും അവസ്ഥ? അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലേക്ക് അതിനുശേഷവും നേതൃത്വങ്ങൾ മാറുകയാണോ? കുറിച്ച് പറയാം. സാധാരണഗതിയിൽ തങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരാൾ എതിരാളിയെ കൊല ചെയ്യുകയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും പല രീതിയിൽ ഞങ്ങളുടെ ആളുകളല്ല, ഞങ്ങൾക്കുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും പറയാറുണ്ട്. അതിന്റെ അടിസ്ഥാനം ഇന്ന് നടന്ന പ്രതികരണങ്ങളിൽ എനിക്ക് കുറച്ച് മാന്യമായി തോന്നിയിട്ടുള്ള പ്രതികരണങ്ങളൊന്ന് വി ഡി സതീശന്റെയും ഉമ്മൻചാണ്ടിയുടെയാണ്. നിഷ്ഠൂരമായിട്ടുള്ള ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞുള്ളത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് വൈകിട്ടാണെങ്കിൽ പോലും വി ഡി സതീശൻ പറഞ്ഞു. ഒരു കൊലപാതകം നടന്നിട്ട് ആ കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പേ തന്നെ മോശമായിട്ട് പ്രതികരിക്കാൻ പാടില്ല, മാന്യമായ രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത്. തങ്ങളുടെ പക്ഷത്ത് നിന്നുള്ള ആളുകളാണ് കൊല ചെയ്തത് എന്ന് സമ്മതിക്കാൻ ഒരു പക്ഷേ നേതാക്കന്മാർക്ക് പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അവരത് വിശ്വസിക്കുന്നുണ്ടാവില്ല. പക്ഷേ അപ്പോഴൊക്കെ പ്രതികരിക്കേണ്ട രീതിയുണ്ട്. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റിന്റെ പ്രതികരണങ്ങളിൽ അതല്ല, അത് ചെയ്തത് മണിയുടെ ഗ്രൂപ്പും രാജേന്ദ്രന്റെ ഗ്രൂപ്പും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴിവിടെ നുസൂർ പറഞ്ഞതും ഏതാണ്ട് എനിക്ക് ആ രീതിയിലാണ്. അതായത് ഞങ്ങളുടെ ആളുകൾ ആരും കൊടുത്തില്ല, ഞങ്ങൾ കത്തിയുമായിട്ട് പോയിട്ടില്ല ഒക്കെ പറഞ്ഞു. അതിനിടയിൽ ഒരു ടോണി കുര്യാക്കോസിനെ കുറിച്ച് പറഞ്ഞു, ഏരിയ കമ്മിറ്റി സെക്രട്ടറി DYFIയുടെ. അപ്പൊ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ടോണി കുര്യാക്കോസും 50ഓളം ക്രിമിനലുകളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പക്ഷത്തുള്ള 5-6 ആളുകളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും 50ഓളം ക്രിമിനലുകളും 6 പേരുടെ പുറത്തും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്നത് ഈ ക്രിമിനലുകളാണല്ലോ ഒക്കെ അക്രമം കാണിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് വായിച്ചെടുക്കാൻ പറ്റി, അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ ആളുകളാണ്, ടോണി കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇവിടെ കൊല ചെയ്തത് എന്നാണ്, ധീരജിനെ കൊന്നത് എന്നുള്ള രീതിയിലേക്കാണ് അത് അദ്ദേഹം, ഞാൻ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ പക്ഷെ വായിച്ചെടുക്കണം. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു കാര്യം അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, അഭിമന്യുവിനെ കൊന്നിട്ടുള്ളത് KSCക്കാരാണെന്നോ യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നോ കോൺഗ്രസ്സുകാരാണെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല, UDFകാരാണെന്നോ ആരും പറഞ്ഞില്ല. ഇപ്പോഴും അത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണെന്നുള്ള ഈ രീതിയിൽ തന്നെയാണല്ലോ പോകുന്നത്. അതാണല്ലോ അതിൽ പറയുന്നത്. പക്ഷേ എന്തിനാണ് അഭിമന്യുവിനെ ആരാണ് വിളിച്ചത്? അക്കാലത്തെ അഭിമന്യു കൊല ചെയ്യപ്പെട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ ഉയർന്ന ഒരു ചോദ്യം, ആരാണ് വിളിച്ചു വരുത്തിയത്? അപ്പൊ തന്നെ സംശയം, അത് ഇനിയിപ്പോ SFIക്കാരാണോ DYFIക്കാരാണോ CPMകാരാണോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞങ്ങളുടെ ആളുകൾ കൊന്നിട്ടില്ല, അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ ആളുകൾ കൊല നടത്തി കഴിഞ്ഞാൽ അത് സമ്മതിക്കാറില്ല, ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറയും. ഇനി പക്ഷെ സത്യത്തിൽ ഇവിടെ അതാണ് വി ഡി സതീശനൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു മാന്യത, അത് രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ട ഒരു മാന്യതയാണ്. അത് പിന്നെ ഇവിടെ KPCC പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ടായാലും ഇപ്പോഴത്തെ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ഒരു ഘട്ടത്തിൽ കുറെ കഴിഞ്ഞ് രാഷ്ട്രീയ സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ
ഞങ്ങളുടെ എത്ര നൂറുകണക്കിന് ആളുകളെ കൊന്നു എന്നുള്ള രീതിയൊക്കെ പറയാം. അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ ആളുകൾ മനസ്സിലാക്കിയാൽ പോലും അതൊക്കെ പറയുന്നതിൽ അത് രാഷ്ട്രീയത്തിന്റെ വാഗ്വാദങ്ങളില് വിവാദങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ അങ്ങനെ ഒരു ആരോപണ വിധേയമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ അതിൽപ്പെട്ട ആളുകൾ ആ രീതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു, ഒരാളുടെ കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇത് കത്തിയുമായി വന്നിട്ടില്ല, ഞങ്ങൾ കൊന്നിട്ടില്ല എന്നുള്ളതൊക്കെ പറയാം. പക്ഷെ അപ്പോൾ പോലും ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ പറയുന്നതിലും ഒരു മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതികരണങ്ങൾ നല്ല രൂപത്തിലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെയും വി ഡി സതീശന്റെ ഒക്കെയാണ്. അതല്ലാത്ത രൂപത്തിലേക്ക് പ്രതികരണം കോൺഗ്രസുകാരുടെ ഭാഗത്ത് പോവാന്ന് പറയുന്നത് ഇത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ വല്ലാത്ത രൂപത്തിലേക്ക് ഈ എഴുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായിട്ട് മാറും. എഴുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന തുല്യമാണ്. ഇത് എം എം മണിയുടെ ആളുകളാണോ രാജേന്ദ്രന്റെ ആളുകളാണോ ഒന്നെന്നുള്ള ഈ വാഗ്വാദങ്ങൾ ഇന്നലെ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഇതായിരിക്കും. അതാണല്ലോ അഭിമന്യുവിനെ വിളിച്ചു വരുത്തിയത് ആരും ഇപ്പോഴും ചോദിച്ചു. ആ കേസിന്റെ ഘട്ടത്തിൽ ഒരുവിധം എല്ലാ ആളുകളെയും പിടിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും നമ്മൾ ചോദിക്കും അഭിമന്യുവിനെ പിടിച്ചു വരുത്തിയത് ആരാണ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ കൊലയാളികളെ പോലും ഇതിന് നിയോഗിച്ചിട്ടുള്ളത് SFIക്കാരാണെന്നോ CPMകാരാണെന്നോ ഒക്കെയുള്ള ധ്വനിയിലാണ്. നമ്മൾ അതല്ല, ഒന്നുകിൽ പോലീസിന് വിട്ടുകൊടുക്കുക, അതല്ലെങ്കിൽ ഈ രീതിയിലേക്ക് പ്രതികരണങ്ങൾ പോവാതിരിക്കും. ഏതായാലും നുസൂർ, ഇപ്പോൾ നമ്മൾക്ക് അല്പസമയത്തിനകം അതിൻ്റെ ഒരു ലൈവിലേക്ക് കൂടി തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടി വരും. കാരണം ധീരജിൻ്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. പക്ഷേ അപ്പോഴും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നുസൂറിലേക്ക് ഒരു കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് കണക്കൊക്കെ പറയുന്നത് കേട്ടു 40-50 SFI പ്രവർത്തകർ വന്ന് 5-6 KSU യൂത്ത് കോൺഗ്രസ് ഈ പറഞ്ഞ പൈലി അടക്കമുള്ളവരെ ആക്രമിച്ചു. അങ്ങനെയാണെങ്കിൽ ലോജിക്ക് വെച്ചൊന്ന് ആലോചിച്ച് നോക്കും, മിച്ചം ഉണ്ടാവുമോ അങ്ങനെ ഒരു ആക്രമണമാണെങ്കിൽ? 2, ഇനി അങ്ങനെ ഒരു സംഘർഷമാണ്, പ്രിൻസിപ്പൽ അടക്കം പറയുന്നു ഒരു സംഘർഷമില്ല, ഇനി നിങ്ങളുടെ വാദം തന്നെ എടുത്താൽ സംഘർഷമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു പരിക്ക്? ഒരു വിഭാഗത്തിന് മാത്രം വലിയ നഷ്ടം സംഭവിക്കുക, ഒരു ജീവൻ നഷ്ടപ്പെടുക, 2 പേർക്ക് പരിക്കേൽക്കുക, കുത്തേൽക്കുക, ബാക്കി 5 പേരോ 6 പേരോ മാത്രമേ ഉള്ളൂ. നുസൂർ പറഞ്ഞ സംഘത്തിന് ഒരു കുഴപ്പമില്ല. ഇന്നും സുമുഖനായി പോലീസിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്ന നിഖിൽ പൈലിയാണ് കേരളം കണ്ടത്. നിങ്ങളുടെ വാദങ്ങൾക്ക് നിർഭാഗ്യകരമെന്ന് പറയട്ടെ വിശ്വസനീയതയില്ല. മറ്റൊന്ന്, ശ്രീ സജീവൻ നടത്തിയ നിരീക്ഷണം ഗൗരവമാണ്. മരണം സംഭവിച്ചു നിൽക്കുന്നൊരു ഘട്ടത്തിൽ നിങ്ങൾക്കതിനെ അതിൽ നിന്ന് സംഘടനാപരമായി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടത് ചെയ്യാം. പക്ഷേ ഈ ദുഷ്പ്രചരണം ഈ ഘട്ടത്തിൽ അനുചിതമാണ് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞത് കാണേണ്ടതുണ്ട്. കാരണം അതുപോലെ തന്നെ അരുൺ ആ സാന്ദർഭികമായി അവിടെ ഇതിലേക്ക് നിങ്ങൾ വട്ടമൊരുക്കിയതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചല്ലോ. ഏതാണ്ട് 2 മാസക്കാലത്തെ ഗൂഢാലോചനയെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. മിസ്റ്റർ അരുണിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. ഞാൻ ഈ സ്റ്റുഡിയോയിലിരിക്കുന്നെങ്കിലും ഞാൻ അരുൺ ഏത് വികാരത്തോടു കൂടിയാണോ നിൽക്കുന്നത് ആ വികാരം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അരുൺ പറഞ്ഞല്ലോ ഏകദേശം 1.5 വർഷക്കാലം ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ 1.5 വർഷക്കാലത്തിനിടയിൽ 4 മൃതശരീരങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചൊരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അന്ന് ഞാൻ. അന്ന് ഡീൻ കുര്യാക്കോസ് പ്രസിഡൻ്റാണ്, കൃപേഷ് ശരത്തിലാണ്. ഞാൻ ആ ഘട്ടത്തിലോട്ടൊന്നും പോകുന്നില്ല. ധീരജൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന വേദന എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അഭിമന്യുവിൻ്റെ വിഷയം ഒന്ന് പരാമർശിപ്പിച്ചപ്പോൾ തന്നെ അതിനെപ്പറ്റി എന്തുമാത്രം ന്യായീകരിക്കേണ്ടി വന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാനിപ്പോഴും വ്യക്തമായി പറയുന്നു, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് പ്രതിസ്ഥാനത്ത് ചേർത്തത് കൊണ്ട് ഞങ്ങൾ അത് മണ്ഡലം പ്രസിഡൻ്റ് അല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. മണ്ഡലം പ്രസിഡൻ്റാണ്, അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അദ്ദേഹവുമായി ഇതുവരെ സംസാരിക്കാൻ അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആകെ അറിയാവുന്നുള്ളത് ആ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ഈ നിഖിൽ പൈലിക്ക് മാത്രമാണ്. കാര്യം ഇവിടെ ചോദിച്ചല്ലോ, നിഖിൽ പൈലി അത് ചെയ്തെങ്കിൽ ആ നിഖിൽ പൈലി ഈ 50ഓളം വരുന്ന ക്രിമിനൽ സംഘത്തിൻ്റെ ഇടയിൽ നിന്ന് നിഖിൽ പൈലി ഒരാളെ കുത്തി 1, 2, 3 പേരെ കുത്തി കഴിഞ്ഞാൽ നിഖിൽ പൈലി ഇന്ന് കാണുന്ന ഈ സുമുഖതയോടെ സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റും എന്ന് അവതാരകന് തന്നെ അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയാകുന്നത് അവിടെയാണ്. അവിടെ ഒരു സംഘർഷം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടെന്ന് ധരിക്കാതെ ഈ പറഞ്ഞ 3 ആളുകൾ അടങ്ങുന്ന ചെറു സംഘം പുറത്തേക്ക് ഇറങ്ങുന്നു, അവരെ കൈകാര്യം ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അറസ്റ്റ് രേഖപ്പെടുത്തിയ മാത്രമല്ല നുസൂർ തന്നെ ഒരു വലിയ തിയറി അവതരിപ്പിച്ച ശേഷം ഇപ്പോൾ പറഞ്ഞ എന്താണ് അവിടെ സംഭവിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്കാർക്കും അറിയില്ല. പോലീസിലുള്ള നിഖിൽ പൈലിക്ക് അറിയും. അവിടെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ ജെറിൻ ഉണ്ടല്ലോ, ജെറിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ബൈക്കിലിരുത്തിയാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ബൈക്കിൽ പോലീസുകാരൻ കൊണ്ട് സ്റ്റേഷനിലിരുത്തി
പിന്നെ സ്റ്റേഷനിൽ ഇരുന്നതിന് ശേഷം 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ കത്തിക്കുത്ത് നടന്നു എന്നുള്ളത് തന്നെ ആ ജെറിൻ അറിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുക? നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഉടനെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൊല ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയണോ? പൊതുജനത്തിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് ആണ് കൊല ചെയ്തതെന്ന് പറയണോ? ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. നിഷ്പക്ഷമായ അന്വേഷണം ഇതിനകത്ത് നടക്കണം. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ അതിനകത്ത് അന്വേഷണം നടത്തി. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഏതായാലും ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ പ്രതികളായി നിൽക്കുന്നവരെക്കുറിച്ച്, അവർ ചെയ്ത കൃത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വ്യക്തതയില്ല എന്ന് നുസൂർ അടക്കം പറഞ്ഞ സാഹചര്യത്തിൽ പാർട്ടി അതേക്കുറിച്ച് പരിശോധിക്കൂ. പോലീസ് അന്വേഷണം വരട്ടെ. അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങൾ നിങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതാത് ഘട്ടങ്ങളിൽ പ്രതികരിക്കൂ. ഇപ്പോൾ എടുത്തുചാടി ഏതെങ്കിലും പ്രതികരണത്തിലേക്ക് പോകേണ്ട സമയവുമല്ല. ഞാനിപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് അവിടെ നിന്ന് ചേരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധീരജിൻ്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ വിവിധ ജില്ലകൾ പിന്നിട്ട് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. CPIM നേതാക്കൾ, DYFI നേതാക്കൾ, SFI നേതാക്കൾ ഒക്കെ അവിടെ ഉണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നേതാക്കളൊക്കെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര അവിടെ നിന്ന് കണ്ണൂരിലേക്ക് അയക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് ചേരുന്നു. ലതീഷ്, വലിയ തോതിൽ ജില്ലയിലെ മലാപ്പറമ്പിലാണ് ഇപ്പോൾ ധീരജിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയിരിക്കുന്നത്. CPIMന്റെ സംസ്ഥാന നേതൃത്വം ഒന്നാകെ തന്നെ കോഴിക്കോടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കോഴിക്കോട് നടക്കുന്ന CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. CPIMന്റെ സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, AB ജയരാഘവൻ, കളമരം കരീം, AK ബാലൻ, PK ശ്രീമതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ്, അതേപോലെ തന്നെ പ്രദീപ് കുമാർ തുടങ്ങിയ കോഴിക്കോട് ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ധീരജിന് അന്തിമോപചാരം അർപ്പിക്കുക ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കോഴിക്കോട് ഈ മലാപ്പറമ്പിലെ ദേശീയപാത ബൈപ്പാസിനരികിലുള്ള പ്രത്യേകം ക്രമീകരിച്ച സ്ഥലത്താണ്. ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തിറക്കാതെ നേതാക്കൾ ഓരോരുത്തരായി ആംബുലൻസിനുള്ളിലേക്ക് കടക്കുകയും അവർ അന്തിമോപചാരം അർപ്പിക്കുകയുമാണ്. വലിയൊരു ജനക്കൂട്ടം തന്നെ, 100 കണക്കിന് SFI, DYFI, CPIM പ്രവർത്തകർ മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അവരുടെ ദുഃഖവും സങ്കടവും വേദനയുമെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വഴിയിലുടനീളം പ്രവർത്തകർ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ എല്ലാ തരത്തിലുമുള്ള വികാരനിർഭരമായ ഒരു യാത്രയപ്പ് തന്നെയാണ് കോഴിക്കോട് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത്. ലതീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങളിൽ കാണാവുന്നതും അതുതന്നെയാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആംബുലൻസിലേക്ക് എത്തി ധീരജിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ലതീഷ് സൂചിപ്പിച്ചതുപോലെ കേരളം വലിയ വേദനയോടെ കേട്ട ഒരു ക്യാമ്പസ് കൊലപാതകമാണ്. വലിയ തോതിലുള്ള വേദനയും അതുപോലെ തന്നെ വലിയ വിമർശനവും ഇത്തരത്തിലേക്കുള്ള സംഘടിച്ചുള്ള ക്രിമിനൽ പ്രവർത്തികൾക്കെതിരെ പൊതുവായി കേരളം നടത്തുകയും ചെയ്യുന്നു. ധീരജിനെയും വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര അവിടേക്ക് എത്തുന്നതറിഞ്ഞ് ഒരുപാട് ആളുകൾ അതനുസരിച്ച് അവിടേക്ക് ഒത്തുചേരുകയായിരുന്നോ മലാപ്പറമ്പിൽ? തീർച്ചയായും ധീരജിന്റെ വിലാപയാത്ര തുടങ്ങിയ ഇടുക്കിയിൽ നിന്ന് ആരംഭിക്കാവുന്നതാണ് ഇത്തരത്തിലൊരു കാഴ്ച. കാരണം വളരെ പ്രായം കുറഞ്ഞ ഒരു വിദ്യാർത്ഥി നേതാവിനെയാണ് കൊലക്കത്തിക്കിരയാക്കിയത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സനാതനന്മാർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് കേരളീയ മനസാക്ഷിയിൽ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇടുക്കി മുതൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന്. ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ധീരജിന്റെ ചേതനേറ്റ ദേഹം അവിടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തളിപ്പറമ്പിലേക്ക് എത്തുക. കണ്ണൂരിൽ നിന്നുള്ള CPIMന്റെ നേതാക്കളും DYFI, SFI നേതാക്കളും ജില്ലാ അതിർത്തിയിൽ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി അവിടെ കാത്തു നിൽക്കുകയാണ്. ഇനി കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന മലാപ്പറമ്പിലെ ഈ ഒരു പൊതുദർശനം കഴിഞ്ഞാൽ ഇവിടെ നിന്നും കൊയിലാണ്ടി, വടകര ആ രീതിയിലാണ് പ്രധാന കേന്ദ്രങ്ങളിലൂടെയാണ് ഇനിയും ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നു പോകേണ്ടത്. വഴിയിലുടനീളം ധീരജിന്
അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ശരി, ലതീഷാണ് മലാപ്പറമ്പിൽ നിന്ന് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാനാവും. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മറ്റു നേതാക്കളൊക്കെയും ധീരജിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ നിലയിൽ ധീരജിനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അവിടേക്ക് എത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുകയായിരുന്നു. അവരൊക്കെയും ആംബുലൻസിന് ചുറ്റും ഒത്തുകൂടിയിട്ടുണ്ട് എന്നതുകൂടിയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാനാവുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുകയും ചെയ്യാം. ശ്രീ അരുൺ, നേരത്തെ നുസൂർ, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റ് അതിഥികളിലേക്ക് പോകുകയും ചെയ്യാം. നേരത്തെ നുസൂർ സംസാരിച്ചത് അരുൺ കേട്ടല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പലരുടെയും മരണം, കൊലപാതകം സംഭവിക്കുന്നു, അമൃതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിനെക്കുറിച്ചൊക്കെയാണ് നുസൂർ സൂചിപ്പിച്ചത്. പക്ഷേ ഇവിടെ ഒരു ഗൗരവമായ പ്രശ്നം, മുമ്പ് താങ്കൾ സംസാരിച്ചു വന്നപ്പോൾ കെ സുധാകരൻ തന്നെ തുടക്കം കുറിച്ച ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചൊരു സാഹചര്യമുണ്ട്. KSUക്കാർ SFIക്കാരെ ഒന്നും കൊലപ്പെടുത്തിയിട്ടില്ല, എന്നാൽ SFIക്കാർ കൊലപ്പെടുത്തിയ KSUക്കാർ കേരളത്തിൽ നിരവധിയാണ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ക്യാമ്പസിലെ കൊലയാളികൾ ആര് എന്നുള്ള പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് പോവുകയാണ്. പക്ഷേ കണക്കുകൾ മറ്റൊരു തരത്തിലാണ്. കെ സുധാകരൻ പറഞ്ഞ തരത്തിലേ അല്ല. ക്യാമ്പസിനുള്ളിൽ സംഭവിച്ച, ഇപ്പോൾ ധീരജിൻ്റെ കൊലപാതകം തന്നെ ഉദാഹരണം നമുക്ക് എടുക്കാം. ക്യാമ്പസിനുള്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയാണ് ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു ഘട്ടത്തിൽ കൊലപ്പെടുത്തിയത്. സമാനമായ രീതിയിൽ ക്യാമ്പസുകളിൽ ഈ രീതിയിൽ കൊലക്കത്തി എത്തിക്കുന്നതാര്, കൊല്ലപ്പെട്ടതാര് എന്ന ഗൗരവമായുള്ളൊരു ചർച്ചയിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉന്നയിച്ച കെ സുധാകരനും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനുമൊക്കെ അരുൺ, ഇതിൻ്റെ വസ്തുത ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം, കേരളത്തോട് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ടോ? ഇവിടെ നുണ പരമാവധി പ്രചരിപ്പിക്കുക, ആ നുണ പരമാവധി ആവർത്തിക്കുക, കുറച്ചു പേരെങ്കിലും ആ നുണ സത്യമാണെന്ന് ധരിപ്പിക്കുക. സാധാരണ RSS ആണ് ഇത്തരത്തിലുള്ള രീതി തുടരുക. അതേ രീതി തന്നെ യൂത്ത് കോൺഗ്രസും തുടർച്ചയായി ആവർത്തിക്കുന്ന രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് സമാധാനത്തിന് വേണ്ടി വലിയ രൂപത്തിൽ പ്രസംഗിക്കും, നിരാഹാരം കിടക്കും, ഉപവാസം കിടക്കും, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് തങ്ങളെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. മറുകൈയിൽ ആയുധവുമായി രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്താനായിട്ട് വിടും. ഇപ്പോൾ തൊട്ടടുത്ത് നമ്മൾ കണ്ടല്ലോ, കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ചർച്ച ചെയ്യണം, സംശയങ്ങൾ തീർക്കണമെന്നല്ലല്ലോ പറഞ്ഞ്. സർവേ ആക്ട് പ്രകാരം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇട്ട സർവേ കല്ലുകളെല്ലാം എടുത്ത് പള്ളേ കളയണം. ഇവിടെ കൃത്യമായി കലാപ ആഹ്വാനമാണ് KPCCയുടെ പ്രസിഡന്റ് നടത്തുന്നത്. ഇപ്പം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് 100 കണക്കിന് KSUക്കാർ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ SFIക്കാരാൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ്. ഒരാൾ പോലും, ഒരു KSUക്കാരനെങ്കിലും കേരളത്തിൻ്റെ ക്യാമ്പസിൽ SFIക്കാരനാൽ കൊല ചെയ്യപ്പെട്ടു എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സുഹൃത്ത് പറഞ്ഞ് തെളിയിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയിൽ എന്ത് അദ്ദേഹം പറഞ്ഞാലും അനുസരിക്കാം. ഒരാൾ പോലും കൊല ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ മറിച്ചൊന്ന് നോക്കിയേ, 35ഓളം SFIയുടെ പ്രവർത്തകരാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ കൊല ചെയ്യപ്പെട്ടത്. അതിൽ 10 പേരും KSUക്കാരാലാണ് കൊല ചെയ്യപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പത്തനംതിട്ട കാത്തോലിക്ക കോളേജിൽ സഖാവ് CV ജോസിനെ, ക്യാമ്പസിന്റെ ചെയർമാനായി മികച്ച നേതാവായിരുന്ന CV ജോസിനെ KSU പ്രവർത്തകർ കൊല്ലപ്പെടുത്തി. അത് കണ്ടുനിന്ന MS പ്രസാദ് ഉണ്ട്. കോടതിയിൽ വിചാരണ വരുന്നു. വിചാരണയിൽ കണ്ട സംഭവം സാക്ഷി പറയാൻ സാധ്യതയുണ്ട്. ആ സാക്ഷിയെ വരെ കൊലപ്പെടുത്തിയ ചരിത്രം നമുക്ക് എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. എത്രയോ പേർ, 10 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി. നമുക്കറിയാം സുധാകരൻ, കേരളത്തിന്റെ മിനിസ്റ്റർ ആയിരുന്നു. സുധാകരന്റെ അനുജനുണ്ട് ഭുവനേശ്വരൻ, ക്രൂരമായി തല്ലി, ചെങ്ങല കൊണ്ട് തല്ലി, ഓടി മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ കയറി വാതിലടച്ചപ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ചു. അവിടെ ചെന്ന് കാലിൽ പിടിച്ചു കുത്തി തല നിലത്ത് ഇടിച്ച് കൊലപ്പെടുത്തി. ഏറ്റവും ക്രൂരമായി തലച്ചോറ് ചെതറിത്തെറിച്ച് മരിച്ചു. ഓരോന്നായിട്ട് എടുത്തു നോക്കിയാൽ ഇത്ര പൈശാചികമായി ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് പെരുമാറാൻ കഴിയുമോ? മൃതദേഹത്തെ പോലും ഇത്ര അപമാനിക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മറിച്ചെന്താണ്? ഇവർ ഏറ്റവും അധികം കൊട്ടിഘോഷിക്കുന്നത് തേവര മുരളി എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയാണ്. 1968 KSUവിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന പേരിൽ ഇവിടെ വലിയ പ്രചരണം നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്ന പേരതാണ്. KSUവിന്റെ വെബ്സൈറ്റിൽ ആകെ KSUവിന്റെ വേണ്ടി രക്തസാക്ഷികളായത് 6 പേരേ ഉള്ളൂ. ആ 6 പേരിൽ ഒരാളാണ് തേവര മുരളി. നമുക്കറിയാം, മാതൃഭൂമിയുടെ ദീർഘകാലം ലേഖകനായിരുന്ന NN സത്യവ്രതൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വാർത്ത വന്ന വഴി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ പേജ് 29 കൃത്യമായി പറയുന്നു, മുൾജി മുരളിയായി സമരത്തിര ഇളകി എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഒന്ന് വായിച്ചു നോക്കണം. അതായത് ഗുജറാത്തിൽ നിന്ന് വന്ന് എറണാകുളത്ത് ഏതോ ജോലിയുടെ കാര്യത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ പോലീസ് ജനങ്ങളെ ഓടിക്കുന്ന കണ്ടപ്പോൾ കൂടെ ഓടി ഒരു ഓടയിൽ ചാടി പിറ്റേ ദിവസം മരിച്ചു.
ആ വാർത്ത, അദ്ദേഹത്തിന്റെ പേര് മുൾജി എന്നാണ്, മുരളി എന്നല്ല. ആ മുൾജി എന്ന് എഴുതിയത് മുരളി എന്ന രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് തേവരിയിലെ മുരളി ആദ്യമായി KSUവിന്റെ രക്തസാക്ഷിയായി എന്ന രൂപത്തിൽ കള്ളം പ്രചരിപ്പിച്ചു. 2007 ഈ പുസ്തകത്തിലൂടെ ഈ വിവരം പുറത്തു വന്നപ്പോൾ പിന്നെ KSU ഒരക്ഷരം മിണ്ടുന്ന സാഹചര്യമില്ല. ഞാൻ സൂചിപ്പിച്ചത് നുണ തന്നെ പ്രചരിപ്പിക്കുക, ആ നുണയിലൂടെ രക്തസാക്ഷികളെ ഉണ്ടാക്കുക. ഇവിടെ SFIക്കെതിരെ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് അക്രമകാരികളായി SFIയെ ചിത്രീകരിക്കുക, അത്തരത്തിലേക്ക് പോവുകയാണ്. എന്നിട്ടും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയധികം തെറ്റു വന്നു എന്ന് പറഞ്ഞിട്ടും അവർ ന്യായീകരിച്ചുകൊണ്ട് തന്നെ രംഗത്തിറങ്ങുക. ഇപ്പൊ FIRലെ ഒരു വാചകം ഞാൻ വായിക്കാം. FIRൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 1-ാം പ്രതി തന്റെ പാന്റിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന, ഉപയോഗിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കത്തി കൊണ്ട് ആവലാതിക്കാരന്റെ ഇടതു കക്ഷത്തിന്റെ താഴെയും ഇടതു നെഞ്ചുഭാഗത്തും കുത്തിയും ആവലാതിക്കാരന്റെ സുഹൃത്തായ അമലിന്റെ വലതു നെഞ്ചുഭാഗത്തും കഴുത്തിന്റെ ഇടതുഭാഗത്തും കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് കൃത്യമായി ആധികാരികമായി പറയുന്നത് പരിക്കേറ്റ കുട്ടികളാണല്ലോ. മരണം കൃത്യമായി അവരെ കൊല്ലാൻ ശ്രമിച്ച് പരിക്കേറ്റ കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൃത്യമായി കത്തി കൊണ്ട് വന്നയാളും കുത്തിയതിനെ കുറിച്ചും ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലും യൂത്ത് കോൺഗ്രസിന് ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന്, നിങ്ങൾക്കൊന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും, അന്വേഷണ വിധേയമായി ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും യൂത്ത് കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ശവശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പ് കൊലയാളികളെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രസ്താവനകളുമായി രംഗത്തിറങ്ങുമ്പോൾ അന്വേഷണ വിധേയമായിട്ടെങ്കിലും കൃത്യമായ തെളിവുകളോടെ പ്രതിയെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ പറയുന്നത് നിയമപരമായി കോടതി ശിക്ഷിച്ചു കഴിഞ്ഞിട്ട് നടപടി എടുക്കാമെന്ന. ഞാനിപ്പോൾ മറ്റൊരു ചർച്ചയിൽ നിന്നാണ് വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത് കോടതി ശിക്ഷിക്കട്ടെ, അതായത് കുറ്റാന്വേഷണം പൂർത്തീകരിച്ച് ചാർജ് കൊടുത്ത് വിചാരണ കഴിഞ്ഞ് കോടതി ശിക്ഷിച്ചാൽ ഞങ്ങൾ നടപടിയെടുക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ കൊലക്കത്തിക്ക് ഇരയാക്കുന്ന സംസ്കാരം കോൺഗ്രസ് തുടർന്നത് ഇന്നല്ല, 1970-കൾ മുതൽ തുടങ്ങിയതാണ്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു KSU. ആ KSU നമുക്കറിയാം ക്യാമ്പസുകളെല്ലാം ഭരിച്ചിരുന്നത് KSU ആണ്. എന്നാൽ നമുക്കറിയാം SFI കൃത്യമായി ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തി കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോയപ്പോൾ KSUവിന്റെ ആധിപത്യം തകർന്നു. എല്ലാ സർവകലാശാലകളും ഭരിക്കുന്നത് SFI ആണ്, എല്ലാ ക്യാമ്പസുകളും ഭരിക്കുന്നത് SFI ആണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും നിലനിൽക്കണം, അതിനുവേണ്ടി അക്രമം സംഘടിപ്പിക്കണം, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണം. അതിനുവേണ്ടിയിട്ടാണ് നിരന്തരമായ അക്രമ പ്രക്രിയയുമായി ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരെ തള്ളിപ്പറയാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകണം, KSU തയ്യാറാകണം. ശ്രീ സജീവൻ, ഈ സംഭവം ഇന്നലെ പുറം ലോകമറിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ വാഹനമെത്തിച്ച് ധീരജിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം, ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വ്യക്തിയാണ്, ശ്രീ സത്യൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ചർച്ചകളിലും അല്ലെങ്കിൽ ടെലിഫോണിലും ഒക്കെ പറഞ്ഞു. ഇത് ആ മൊമെൻറ്റിൽ തന്നെ സംഭവം ഉണ്ടായ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെതായ ആദ്യ പ്രതികരണം ചാനലുകളിൽ വരികയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വാഹനത്തിലേക്ക് ധീരജിനെ കൊണ്ടുപോകുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, ആ സമയത്ത് തന്നെ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെയും ആ പരിസരത്തേക്കുള്ള നോട്ടത്തിൽ നിന്നുമായിരിക്കണം നിഖിൽ പൈലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച കൂടി ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം കണ്ടു എന്ന് ആദ്യ മിനിറ്റുകളിൽ തന്നെ മാധ്യമങ്ങളോട് പറയുന്ന, പോലീസിനോടല്ല മാധ്യമങ്ങളോട് പറയുന്ന തരത്തിൽ നമ്മുടെ മുമ്പിൽ വിവരങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇത് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇവിടെ കോൺഗ്രസ് നേതൃത്വം എടുത്ത്, നേരത്തെ അരുൺ പറഞ്ഞ പോലെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എന്ന് പറയുന്നതിനകത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡുണ്ട്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനെങ്കിലുമുള്ള ഒരു ഉത്തരവാദിത്വം കാട്ടേണ്ടതുണ്ടോ? 2, ഇപ്പോൾ അവിടെ ഒരു സംഘർഷവുമില്ല എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അത് മുഖവിലേക്ക് എടുക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കില്ലേ? ഇല്ലാത്ത സംഘർഷത്തെ തെരഞ്ഞുപിടിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ സമീപനം എന്ന് പറയുന്ന മറ്റൊരു വിമർശനവും ഇതിന് സമാന്തരമായി ഇന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത് സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാഭാവികമായും നമ്മുടെ ക്യാമ്പസുകളിലെ ഇതുവരെയുള്ള ഈ കൊലപാതകങ്ങളുടെ ചരിത്രവും പേരും സ്ഥലനാമങ്ങളും പ്രതികളായവരും ആരൊക്കെയെന്ന് തിരക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതും ഒരു ഭാഗത്ത് ഇപ്പോൾ KSUവിനെയും കോൺഗ്രസിനെയും KPCC പ്രസിഡന്റിനെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയാണ്. അതിനൊരു സാഹചര്യം രൂപപ്പെടുത്തിയതും K. സുധാകരൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ താങ്കൾ ചോദിച്ച പോലെ ഈ സമയത്ത് നടപടിയിലേക്ക് ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള പ്രതിയായ വ്യക്തിയെ, നേതാവിനെ, മണ്ഡലം പ്രസിഡന്റിനെ പുറത്താക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടപടി എടുക്കുക എന്ന് പറയുന്നത് അത് വളരെ ഉയർന്ന തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള മൂല്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. അത്ര നമ്മളങ്ങനെ പ്രതീക്ഷിക്കണം എന്നില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ ന്യായീകരിച്ചു വരും. ഞങ്ങളുടെ ആളുകളാണെന്നുള്ളത് തെളിവൊന്നുമില്ല, ഞങ്ങൾ അത് നടപടിയിലേക്കൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി നടപടിയിലേക്ക് പോകുമെന്നൊക്കെ പറയാം. പക്ഷെ പൂർണ്ണമായിട്ടും ന്യായീകരിക്കുക, ഇത് ചെയ്തത് ഞങ്ങളല്ലാതെ മാത്രമല്ല, എതിരാളി ഈ പറയുന്ന കൊല ചെയ്യപ്പെട്ട ആരാണോ
ആ കൊല ചെയ്യപ്പെട്ട ആളുടെ സംഘടനയുടെ ആളുകളാണ് എന്ന ധ്വനിയോട് കൂടിയിട്ടുള്ള സംസാരങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അവിടെയാണ് അമാന്യമായിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ പോലും ഈ ഉണ്ടായ സമയത്ത് തന്നെ നടപടിയിലേക്ക് പോവുക, അങ്ങനെ പോകാൻ സത്യത്തിൽ ധീരജിന്റെ ഈ മരണത്തോട് കൂടിയിട്ട് ഇനി ഇത്തരത്തിലുള്ള സംഭവം ക്യാമ്പസിന് പുറത്തോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രമം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ശ്രമമാണ് നടത്തുന്നതെങ്കിൽ ഇതാ ഞങ്ങൾ ഒരു കാരണവശാലും ഈ കൊല ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ആളുകളാണെങ്കിൽ സംരക്ഷിക്കില്ല എന്ന നിലപാടാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പേ തന്നെ ഇവരുടെ അടുത്ത് കത്തി ഉണ്ടായിരുന്നില്ല, ഇവർ 6 ആളായിരുന്നു, മറ്റടുത്ത് 50 ഗുണ്ടകളായിരുന്നു അല്ലെങ്കിൽ അക്രമികളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ടതായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് അത് കണ്ടു നിൽക്കുകയായിരുന്നു. ആ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അരുൺ പറഞ്ഞ പോലെ ഈ നേരത്തെ ഈ മെസ്സേജ് കൊടുക്കുന്നത് ഇന്ന രീതിയിൽ അവിടെ നമ്മുടെ പുറത്തുനിന്നുള്ള ആളുകളുടെ ആവശ്യം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അതൊരു മെസ്സേജ് തന്നെയാണ്. അവിടെ 6 ആളല്ല പോവുക. അങ്ങനെ മെസ്സേജ് കൊടുത്തത് ശരിയാണെങ്കിൽ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അങ്ങനെ കൊടുത്തത് ശരിയാണെങ്കിൽ 6 ആളല്ലല്ലോ പോവുക. അവിടെ അപ്പോഴാണ് 100-200 ആളുകളൊക്കെ അവിടേക്ക് പോവുക. അങ്ങനെ പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ആളല്ല കൊന്നത് എന്ന് പറയാം, പക്ഷേ മറ്റുള്ള ആളുകളാണ് എന്ന് സ്ഥാപിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു മാന്യത ഉണ്ടല്ലോ, അതുണ്ടായിരിക്കും. വേറൊരു കാര്യം താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം. ഇപ്പൊ അടുത്ത കാലത്ത് കുറെ കാലമായിട്ട് ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അത് 2 SFIക്കാര് അല്ലെങ്കിൽ DYFIക്കാര് അല്ലെങ്കിൽ CPMകാര് ആണ് ആക്രമിച്ചത് അല്ലെങ്കിൽ കൊല ചെയ്തത് എന്ന് ആരോപണം ഉണ്ടെങ്കിൽ, ഇപ്പൊ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ അപ്പോഴുണ്ടാവുന്ന ഒരു ചർച്ചയുടെ രീതിയും മാധ്യമങ്ങളിൽ പലപ്പോഴും ഇതിൽ ഇടപെടുന്ന രീതിയും വേറെ രീതിയിലാണ്. ഇത് ഇന്നലെ ഞാൻ എന്റെ ഒരു കൗതുകത്തിന് ഞാനിതിൽ ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയോ അല്ലെങ്കിൽ ഒന്നും ന്യായീകരിക്കാനായിട്ട് നിൽക്കില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു സംഗതി, ഇതിലേക്ക് ഈവൻ ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകൾ പോലും ഭയങ്കരമായിട്ട് ഉപദേശിച്ച് SFI കത്തി താഴെയിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു, അല്ലെങ്കിൽ ഈ CPM കത്തി താഴെയിട്ട പ്രശ്നം. അപ്പോഴൊക്കെ അവിടെ ചോദ്യം, ഇന്നലെ ഞാൻ പങ്കെടുത്തൊരു ചർച്ചയിൽ ഈ ചോദ്യം ഉന്നയിച്ചിട്ട് അവതാരകന്റെ ചോദ്യം എന്ന് പറയുന്നത് അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. അതിന് മറുപടിയില്ല. അപ്പൊ കമ്പിളിപ്പതപ്പാണ്. എന്നിട്ട് പറയുന്നത് SFIക്കാരുടെ ഈ അക്രമ സംഭവങ്ങൾ അവസാനിപ്പിച്ചാൽ ഈ ക്യാമ്പസുകൾ വളരെയധികം സമാധാനപൂർണ്ണമാകുമെന്നാണ്. SFIക്കാർ അക്രമം ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അവസാനിപ്പിച്ചേ തീരൂ. ഒരു സംശയം, ഞാൻ SFIക്കാരെ ന്യായീകരിക്കുന്ന ആളുമല്ല. SFIയുടെ ഭാഗത്ത് നിന്ന് DYFIയുടെ ഭാഗത്ത് നിന്ന് അല്ല. പക്ഷേ ശ്രീ സജീവൻ, കെ സുധാകരൻ അങ്ങനെ ചോദിക്കുമ്പോൾ SFI നേതൃത്വത്തിന് തിരിച്ച് അല്ലെങ്കിൽ DYFI നേതൃത്വത്തിന് തിരിച്ചു ചോദിക്കാൻ പറയുന്നില്ലേ? നിങ്ങൾ പറ, ക്യാമ്പസിനുള്ളിൽ SFIക്കാരാൽ കൊല്ലപ്പെട്ട KSU പ്രവർത്തകരുടെ പേര് പറയൂ, വസ്തുത അതല്ല എന്ന് തിരിച്ചു പറയാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ, അവരുടെ ഒരു പ്രവർത്തകനെ നഷ്ടപ്പെട്ട ദിവസവും. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ സുധാകരൻ ഇത് പറയുന്നത് ഞാൻ ടെലിവിഷനിൽ കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞെട്ടിയാൽ എനിക്ക് ചിരിയാണ് വന്നത്. സത്യത്തില് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. 100 കണക്കിന് KSU പ്രവർത്തകർ ഇവിടെ കൊല്ലപ്പെട്ടു. നമ്മൾ ഈ ജീവിക്കുന്നത് കേരളത്തിലാണല്ലോ. ഞാനൊക്കെ കുറെ കാലമായിട്ട് ഇവിടെ നടക്കുന്ന ഓരോ രാഷ്ട്രീയ സംഭവങ്ങളും മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇനി എന്റേതായ രൂപത്തിൽ എനിക്ക് ഇതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട്. ഈ 100 കണക്കിന് KSU പ്രവർത്തകർ കൊല്ലപ്പെട്ട ഒരു കേരളം, അത് കേരളത്തിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിൽ വേറൊരു കേരളം ഉണ്ടോ? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിക്കേണ്ട രീതിയുണ്ട്. ഇത് ഞാൻ നേരത്തെ സതീശന്റെ കാര്യവും ഉമ്മൻചാണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് അവരുടെ സ്വന്തം പ്രതികരണത്തിൽ അവരൊരിക്കൽ പോലും ഈ ഞങ്ങളുടെ ആളുകളാണ് കൊന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ മാന്യമായിട്ടാണ് പ്രതികരിച്ചത്. ആ പ്രതികരണമാണ് വേണ്ടത്. പിന്നെ സുധാകരന്റെ പ്രതികരണം ഒന്നുണ്ടായിരുന്ന മണിയുടെയും ഈ രാജേന്ദ്രന്റെയും കാര്യമാണ്. ഈ സമയത്ത് ആ രീതിയിലാണ് പ്രതികരിക്കേണ്ടത്. അപ്പൊ ആ പ്രതികരണങ്ങളൊക്കെ തെറ്റായ രീതി, ഞാൻ അതിനേക്കാളൊക്കെ അപ്പുറത്ത് കാണുന്ന ചില മാധ്യമങ്ങളുടെ രീതി പോലും, അവതരണ രീതി പോലും പലപ്പോഴും ഇത്തരത്തിൽ അത് SFI നന്നായി കഴിഞ്ഞാൽ ശരിയായി എന്ന രീതിയിലേക്ക്. ക്യാമ്പസ് ഫ്രണ്ട് പോലും അങ്ങനെ പറഞ്ഞിരുന്നതാണ്. അഭിമന്യുവിന്റെ കൊലപാതകത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ക്യാമ്പസ് ഫ്രണ്ടുകാരൻ പറയുന്നത് SFI നന്നായി ശരിയായിരുന്നു. ആദ്യം വേണ്ടത് അവനവന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് അതിനകത്ത് രക്തം പുരണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം ആത്മാർത്ഥമായിട്ട് നോക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇനി ഞങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല എന്ന് തീരുമാനിച്ച പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. ശരി, നിസൂർ, താങ്കളുടെ മറുപടി. 2 സഖാക്കൾക്കുള്ള മറുപടി ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അരുൺകുമാർ, ഞാൻ ആദ്യം വിചാരിച്ചത്
ആ ഒരു സഖാവിൻ്റെ ഭൗതിക ശരീരത്തിനോടുള്ള ആദരവോടുകൂടി ആ വിഷമത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് പോലും കേരയിൽ എന്നുള്ളൊരു വിഷയം എടുത്തിട്ട് അതിനകത്ത് രാഷ്ട്രീയ ഒരു ഒരു വഴിത്തിരിവുണ്ടാക്കാൻ താങ്കൾ കാണിച്ച ആ ഒരു ഇത് ആത്മാർത്ഥമായിട്ടുള്ള വേദനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇല്ല എങ്കിൽ അതിനകത്തുള്ള വസ്തുത മനസ്സിലാക്കാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തകനെ കൊലയാളി എന്ന് മുദ്ര കുത്താൻ, അത് വിളിച്ചോതാൻ ഞങ്ങൾ തയ്യാറല്ല. ഒന്ന്. രണ്ടാമത്, ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പോലീസിൻ്റെ എഫ്ഐആറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിലെ പോലീസ് ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും ആര് പറയുന്നതനുസരിച്ച് എഫ്ഐആർ എഴുതുമെന്നും ഞങ്ങൾക്കറിയാം. അതിനനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളില്ല. അതുകൊണ്ടാണ് കോടതി മാത്രമാണ് ഞങ്ങൾക്കുള്ള ആശ്രയം. നിഖിൽ പൈലിയെ സംബന്ധിച്ചിടത്തോളം നിഖിൽ പൈലിയുടെ ഭാര്യ 7 മാസം ഗർഭിണിയായ ഭാര്യയും വീട്ടിൽ വളരെ മാനസിക നില തെറ്റിയ തരത്തിലേക്ക് നിൽക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. സ്വാഭാവികമായും നിഖിൽ പൈലി തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യം വരണമെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്കുള്ള ഏക പോംവഴി കോടതി മാത്രമാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള യാഥാർത്ഥ്യം. രണ്ട് ഞാൻ പറഞ്ഞോട്ടെ. അവിടെ നിന്ന് നിഖിൽ പൈലി കത്തി കൊണ്ടുവന്ന് 50ഓളം വരുന്ന ക്രിമിനൽ സംഘത്തെ കോളേജിൽ നിന്ന് 500 മീറ്റർ അപ്പുറത്തേക്ക് അവരെ ആകർഷിച്ചു കൊണ്ടുവന്ന് അതിൽ നിന്ന് 3 പേരെ കുത്തി അവിടെ നിന്നും 500 മീറ്റർ അപ്പുറമുള്ള ജംഗ്ഷൻ വരെ ഓടി രക്ഷപ്പെട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി പോകുന്നത് വരെ പോലീസ് ആ സമയത്താണ് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം കഴിവുള്ള ആളല്ല മണ്ഡലം പ്രസിഡന്റ്. യൂത്ത് കോൺഗ്രസിന്റെ തിയറിയാണ്. മുൻകൂട്ടി ഒരാളെ കൊല്ലാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് കറക്റ്റായിട്ട് വരുന്ന ഒരു സംഘം എന്ന് പറയുന്നത് കൊട്ടേഷൻ സംഘങ്ങളാണ്. അങ്ങനെ കൊട്ടേഷൻ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടന ഡിവൈഎഫ്ഐ പോലെ അല്ല യൂത്ത് കോൺഗ്രസ്. കൊല്ലപ്പെട്ട ധീരജിനെ കൊലയാളി എന്ന് വിളിക്കുമെന്നാണ്. കൊല്ലപ്പെട്ട ധീരജിനെ ഒരു കാരണവശാലും കൊലയാളി എന്ന് പറയുന്നില്ല. ധീരജ് എന്ന് പറയുന്നത് ക്യാമ്പസിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. ധീരജ് എന്ന് പറയുന്നത് അദ്ദേഹം അരുൺകുമാർ പറഞ്ഞ ആ വാദത്തോട് ഞാൻ യോജിക്കുന്നു. അദ്ദേഹം ഒരു ക്രിമിനൽ അല്ല. ധീരജിന്റെ അതേ മുഖം തന്നെയാണ്. ധീരജിന്റെ ഭൗതിക ശരീരം കാണുമ്പോൾ എനിക്ക് വരുന്ന ഒരു വികാരം ഞാൻ മനസ്സിൽ കാണുന്നത്, അപ്പുറത്തെ ഭാഗത്ത് നിഖിൽ പൈലിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നുവെങ്കിൽ ഇന്ന് ഈ ശവശരീരം, ഈ ഭൗതിക ശരീരം, നിഖിൽ പൈലിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിലാപയാത്ര നടത്തേണ്ടി വരുന്ന ഞാൻ പറഞ്ഞല്ലോ, അയാൾ വകവരുത്താൻ പൈനാവ് മേഖലയിൽ, അരുൺ പറഞ്ഞല്ലോ, പൈനാവ് മേഖലയിൽ വാട്സപ്പ് സന്ദേശം അയച്ചിട്ട് 6 പേരാണോ കൂടുന്നത്? ആ പൈനാവ് മേഖല എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന് അത്രയ്ക്ക് മോശപ്പെട്ട മേഖല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആ ഭാഗത്ത് അവിടെ ഇടുക്കി കോൺഗ്രസിന് അത് വന്നത് 6 പേര് നിങ്ങൾ ഓട്ടിച്ചിട്ട് മർദ്ദിച്ചു. അതിൽ 4 പേര് ഓടി ഒളിച്ച് കാട്ടിനിടയിൽ എവിടെ ഓടി ഒളിച്ചു. അതിൽ 2 പേരെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവർ എവിടെയാണെന്ന് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ യുവജന സംഘടനയുടെ പ്രവർത്തകർ എന്തിനാണ് പ്രതിയായി കൊലയാളിയായി നിൽക്കുന്ന നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ആയുധം പോക്കറ്റിൽ ഇടുന്നത്? അങ്ങനെയാണോ നുസൂർ രാവിലെ ഇറങ്ങുന്നത്? നുസൂർ രാവിലെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് അങ്ങനെയാണോ? വീട്ടിൽ നിന്ന് ആയുധം പോക്കറ്റിലുണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ പോലീസ് എഴുതിയ എഫ്ഐആർ റിപ്പോർട്ടല്ലേ? പോലീസ് സാർ നാടിന്റെയാണ്. നാടിന്റെ പോലീസല്ല. കേരളത്തിൽ ഇപ്പൊ ഭരിക്കുന്ന CPM-ന്റെ പോലീസാണ്. നാടിന്റെ പോലീസല്ല. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് CPM ആണെന്ന് വിചാരിക്കുന്നവരാണ് ഇപ്പൊ കേരളത്തിലെ പോലീസ്. പോലീസിന്റെ വികാരം അതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, അരുണിന് ചെറിയ മറുപടി ഉണ്ടെങ്കിൽ നമ്മുടെ സമയം അവസാനിക്കാൻ ഫ്രെയിംവർക്കിനകത്ത് നിന്ന് തീർക്കാം. ഒറ്റ മിനിറ്റ്. യെസ്, ഇവിടെ പറഞ്ഞത് ആരെങ്കിലും പറയണ കേട്ട് ഞങ്ങൾക്ക് ഈ നിഖിൽ പൈലിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലെന്നാ. മിസ്റ്റർ സുഗൂർ, ആരെങ്കിലും പറയണയല്ല. ഇതിൽ കുത്തേറ്റ് ഹൃദയത്തിന് നന്നായി പരിക്കേറ്റ് പള്ള തകർക്കപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്ന 2 പേർ, അഭിജിത്തും അമലും. അതിൽ FIS കൊടുത്തിരിക്കുന്ന അമലാണ്. അമൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവന് വേണ്ടി മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന രോഗിയാണ്, കുത്തേറ്റ് കിടക്കുന്ന രോഗിയാണ്. അദ്ദേഹമാണ് പറയുന്നത് എന്നെ കുത്തിയത് ഇന്നയാളാണ്.
ആയുധം കൃത്യമായി പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്താണ് എന്നെ കുത്തിയെന്ന് പറയുന്നത് ആരെങ്കിലും പറയണ കേട്ടോ, നിങ്ങൾ അങ്ങനെ പറയല്ലേ? നിങ്ങൾ എന്താണ് നടപടി എടുക്കാത്തത്? അരുൺ, ഞാൻ അരുൺ, പറയാം, ഇന്ന് ഈ ഒന്നാം ഇന്നിപ്പോ- പ്രതിയും രാഹുൽ ഇന്നിപ്പോ ഗാന്ധി എട്ട് നിങ്ങൾ പേര് തൽക്കാലം മാനിക്കൂ. അരുൺ, അതിനുമേൽ ഇനി ഒരു അരുൺ, തർക്കം വേണ്ട. അരുൺ, അത് വേണ്ട. കാരണം അത് അനുചിതമാണ്. നിങ്ങളുടെ സഖാക്കളുടെ മർദ്ദനമേറ്റ് 8 പേര് ചരിത്രത്തിലേക്ക് പെൺകുട്ടികളടക്കം നിങ്ങൾ മറക്കരുത്. കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ ഞങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. കേരളത്തിൽ നിങ്ങൾ ഇതിന്റെ മറവിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നുസൂറിന്റെ വാദം നുസൂർ അവതരിപ്പിച്ചു. അരുൺ അത് ഇതിന്റെ മറവിൽ കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ വേട്ടയാടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നേതാക്കളുടെ വീട്ടിൽ പോലീസ് താണ്ഡവമാടുകയാണ്. മനസ്സിലായി. അങ്ങനെ വന്നാൽ അതും പരിശോധിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് അരുൺ പറഞ്ഞ ആ ഒരൊറ്റ വാചകമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്നോ അല്ലെങ്കിൽ വേദനിപ്പിച്ചോ. കാരണം കുത്തേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന അമലു പറയുന്നു നിഖിൽ പൈലി എന്നയാളാണ് പോക്കറ്റിൽ നിന്ന് ആയുധമെടുത്ത് കുത്തിയത് എന്ന് ഒരു മൊഴി കൊടുത്താൽ അത് കേരളം മാനിക്കണ്ടേ? വീണ്ടും നമ്മളുടെ ന്യായീകരണങ്ങളുമായി പോകേണ്ടതാണ്. തർക്കത്തിനില്ല. അരുൺ പൂർത്തിയായിക്കോളൂ. അശ്വനുത്തമന്റെ ഒറ്റ കാര്യം, ഇവിടെ നിഖിൽ പൈലിയും രാഹുൽ ഗാന്ധിയും അയാൾ കുത്തേറ്റ ആളല്ല സർ. നിഖിൽ പൈലിയും വി ഡി സതീശനും രമേശ് അത് കോടതി പരിശോധിക്കട്ടെ, പോലീസ് പരിശോധിക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ, നുസൂർ പറഞ്ഞല്ലോ, അത് പൂർത്തിയാക്കട്ടെ. അരുൺ പറയും. സോറി മിസ്റ്റർ നുഹൂർ, ഒറ്റ വാചകം ഞാൻ വായിക്കട്ടെ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പോസ്റ്റാണ്. പ്രതിരോധം അപരാധമല്ല. നിഖിൽ പൈലിമാർ തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഈ നാട്ടിൽ നിലനിർത്തുന്നത്. പ്രചരിക്കുകയാണ്. ഇതായത് ഈ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട്, ഈ കൊലപാതകിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് തന്നെയാണ് പ്രശ്നം. ഇതുവരെ ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തെ ആത്മാർത്ഥമായിട്ട് അപലപിക്കാൻ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. അതിനുള്ള കാരണം ഇത്തരത്തിലുള്ള ബോൺ ക്രിമിനൽ ഇപ്പൊ എത്ര നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന പടമാണ് പുറത്തു വന്നത്. ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. കാരണം അന്വേഷണ വിധേയമായി ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അന്വേഷണ വിധേയമായി ഒരു ചോദ്യം അവിടെ ഉയരുന്നത്, അന്വേഷണ വിധേയമായി ആ പൊതുപ്രവർത്തകനെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുന്നില്ല? ഈ കത്തി കൊണ്ടുള്ള രാഷ്ട്രീയ പൊതുപ്രവർത്തനമാണോ ക്യാമ്പസുകൾക്ക് വേണ്ടത് എന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കത്തി തരുന്ന, ആയുധം തരുന്ന പ്രതിരോധമാണോ ക്യാമ്പസുകളുടെ രാഷ്ട്രീയം എന്ന് നന്നായി ആലോചിച്ച് നോക്കുക. വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണിത്. വളരെയധികം നന്ദി ശ്രീ അരുൺകുമാർ, നുസൂർ, അതുപോലെ ശ്രീ സജീവൻ ഞങ്ങളുമായി സഹകരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം 9 PM കാണാം.